ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോണാണ് വണ്ടി. നമുക്കതിൻ്റെ എഞ്ചിൻ ഭാഗത്ത് എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിരുന്നതാണ്. നമുക്ക് നിലവിൽ സിലിണ്ടർ കിറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, ഓയിൽ കുറയുന്ന കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു നിലവിൽ വണ്ടിക്ക്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഫുള്ളായിട്ട് നമ്മൾ പീസാക്കി. കാരണം എഞ്ചിൻ്റെ ഉള്ളിൽ ഉള്ള അഴുക്കൊക്കെ ഇതാണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെയൊക്കെയാണ് അഴുക്ക് വന്നിരിക്കുന്നത് ഈ രീതിയിൽ. അപ്പോൾ നമ്മളത് അഴിക്കാണ്ട് അങ്ങനെ റീസെറ്റ് ചെയ്താലോ, എഞ്ചിൻ ഫ്ലഷ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ ഇത് 100% ഒന്നും പോവില്ല. പിന്നീട് നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഓയിലിനകത്തേക്ക് ഇത് മിക്സ് ആവും. പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ സർക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ അടിഞ്ഞു പോകും. ഓയിൽ പമ്പിങ് നടക്കില്ല. അങ്ങനെ പല പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് വരും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഈ രീതിയിൽ തന്നെ നമ്മളൊന്ന് ഡീസൽ ഒരു 2 ലിറ്റർ ഡീസൽ മേടിക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് ഡീസലിലൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് സെറ്റിങ് എന്തായാലും 3-4 ദിവസം പിടിക്കും. പാർട്സൊക്കെ വന്ന് ചെയ്യാൻ താമസം ഉണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് ഈ രീതിയിൽ വെച്ചാൽ ഉറപ്പായിട്ടും തുരുമ്പ് കയറി ബാക്കിയത്തെ ഭാഗങ്ങൾ കൂടി ഡാമേജ് വരും. കാരണം ഈ ഗിയർ വീലുകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗിയർ വീലുകളൊക്കെ ഇതേപോലെ തന്നെ ഓയിലാന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് വെള്ളം കൂടി ഉള്ളത് കൊണ്ട് അതിൻ്റെ സർഫേസുകളൊക്കെ ആ വീലിൻ്റെ ആ പല്ലുകളൊക്കെ തുരുമ്പിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഡീസലിട്ട് വയ്ക്കാം. ഡീസൽ ക്ലീൻ ചെയ്തിട്ട് ഡീസൽ മുക്കി തന്നെ വയ്ക്കാം. അപ്പോൾ അതാണ് ക്ലിയർ ആയിക്കോളും. അപ്പോൾ സിലിണ്ടർ കിറ്റൊക്കെ എന്തായാലും പോയാലുണ്ട്. സിലിണ്ടർ കിറ്റ് മാറണം. വാൽവ് കിറ്റ് വാൽവ് ഗേഡ് കാര്യങ്ങൾ മാറ്റിയിടണം. ക്യാം ചെയിൻ ടെൻഷനർ അത് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, ചിലമ്പൽ സൗണ്ട് കാണിക്കണ്ടായി. പിന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉണ്ട്. ക്ലച്ച് ഡിസ്ക് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ക്ലച്ച് ഡിസ്കും പ്ലേറ്റ് മാറ്റിയിടാം. ഗ്യാസ്കറ്റ് ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം. അതിനകത്ത് മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡ് ബെയറിംഗ് ഒക്കെ ചെറിയൊരു ജർക്കിങ് സൗണ്ട് പോലെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് പോകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബെയറിങ്ങുകളാണ്. അത് ഇതേപോലെ തന്നെ ബെയറിങ്. ഇതിപ്പോൾ വലിയ ബെയറിങ്ങാണ്. സാധാരണ വലിപ്പം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലയിൻസ് കുറവാണ്. ഇതിപ്പോൾ കറക്കുമ്പോൾ തന്നെ കറകറാന്ന് സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഇത് ശരിക്കും ഒരു പക്ഷേ നമുക്ക് ഡീസലൊക്കെ ഇട്ട് ശരിക്കും ക്ലീൻ ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതൊരു 50-50 ചാൻസ്, നമുക്ക് ഭാഗ്യപരീക്ഷണം എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ നോക്കാം. പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബെയറിങ്ങുകളെല്ലാം തന്നെ ഇതേപോലെ തന്നെ ഈ ഓയിലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കയറിയേക്കാണ്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് എന്തായാലും നമ്മൾ മാറ്റണം. കാരണം അത് ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ഇത് നോക്കുമ്പോൾ അത്രയും കൂടെ പന്തിയല്ല, ഒരു അപാകതയുണ്ട് കറങ്ങണയിലൊക്കെ. അപ്പോൾ ശരിക്കും ക്രാങ്ക് ഷാഫ്റ്റും മാറ്റി ക്രാങ്ക് ഷാഫ്റ്റ് മേടിച്ച് പുതിയതിടാം. സിലിണ്ടർ കിറ്റ് അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്കൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ക്ലച്ച് ഡിസ്ക് ഈ ഡിസ്കും വെള്ളവുമായി തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലച്ച് ഡിസ്ക് പോകും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്ലിപ്പിങ് കാണിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ എഞ്ചിൻ വർക്ക് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം ബാക്കിയത്തെ വർക്കുകളും മെയിൻ്റനൻസുകളൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ. കാരണം ഞാൻ ഏറ്റവും പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗമാണ്. ഇത് ഈ രീതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഈ പറഞ്ഞ രീതിയുടെ കംപ്ലയിൻറ്റുകൾ ഒഴിഞ്ഞിട്ട് നമുക്ക് നേരം ഉണ്ടാവില്ല. ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ക്ലിയറായിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതി നോക്കും. പിന്നെ ഭാവിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രസൻസ് വരാത്ത രീതിയിൽ ആ കവർ കാര്യങ്ങളൊക്കെ മാറ്റി ക്ലിയറായിട്ട് റീസെറ്റ് ചെയ്യാവുന്ന സംവിധാനം ചെയ്യാം. അപ്പോൾ ആ ഭാഗങ്ങളാണ് ക്ലിയറായി പോകും. അപ്പോൾ ഞാൻ അത് കണക്കാക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. ഈ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, ക്യാം ചെയിൻ, ക്ലച്ച് ഡിസ്ക് ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതനുസരിച്ചിട്ട് വേണം നമുക്ക് പാർട്സുകൾ ഓർഡറിലേക്ക് കയറ്റേണ്ടതും. നാളെ ഉച്ചയ്ക്കുമ്പോഴായിട്ട് നമുക്ക് അതിൻ്റെ ഓർഡർ വിടേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് സാധനം കിട്ടുള്ളൂ. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി ഇറക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കാം. പരമാവധി നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ അത് റിപ്ലൈ ചെയ്യാം. അതും പ്രകാരം നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ എഞ്ചിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത്. എഞ്ചിൻ വർക്ക് ആദ്യം ചെയ്യാം. അതിന് ശേഷം എത്ര കോസ്റ്റ് തന്നെ നോക്കിയിട്ട് ബാക്കിയത്തെ വർക്കുകൾ പിന്നീട് ചെയ്താലും ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വർക്കുകൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഇടാം. കണ്ടേമൊന്ന് റിപ്ലൈ ഇടാം.